ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം 7-ാം ഞായർ. ഇന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ഏറ്റവും സന്തോഷത്തോടെ തിരുസഭ ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ഏറ്റവും വലിയ ഒരു കൽപ്പന നൽകിക്കൊണ്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്യുകയാണ്. ഇന്നത്തെ സുവിശേഷം വളരെ മനോഹരമായ ഒരു രംഗത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അതിനകത്ത് ചെറിയൊരു സങ്കടത്തിൻ്റെ നൂലിഴ കിടപ്പുണ്ട്. ആ മനോഹരമായ രംഗം എന്ന് പറയുന്നത് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് വിടവാങ്ങുകയാണ്. സ്വർഗത്തിലേക്ക് അവിടുന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ശിഷ്യന്മാരെ കാണുകയാണ്. വളരെ മനോഹരമായ ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത്, മരിക്കുന്നതിന് തൊട്ട് മുൻപ് ആരെങ്കിലും അവസാനമായി കാണണമോ എന്ന് ദൈവം ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയും? നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മളിപ്പോൾ മരിക്കാൻ പോവുകയാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആരുടെയെങ്കിലും മുഖം അവസാനമായി കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ മുഖമായിരിക്കും പറയുന്നത്? നമ്മൾ ഓർക്കണം. ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെളിയുക നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ശിഷ്യന്മാരുടെ ഏറ്റവും ഭംഗിയേറിയ ജീവിതത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ക്രിസ്തു അവരെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതുകൊണ്ടാണ്. കാരണം അവൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് അവൻ കാണുന്നത് ഇവരെയാണ്. 11 പേരെയാണ്. ആ മഹാഭാഗ്യം ലഭിച്ചത് അവർക്കാണ്. ഒത്തിരി അധികം ശിഷ്യന്മാരൊക്കെ യേശുനാഥൻ ഉണ്ടായിരുന്നു. പക്ഷേ മർക്കോസ് വ്യക്തമായിട്ട് 11 പേരെ പറയുന്നുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം അവൻ അവരെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അത്രമാത്രം സ്നേഹിച്ചവർക്ക് അവൻ അവസാനമായി കൊടുത്ത വാക്കാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുമെന്ന്. അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ഇഴയാണ് ഇതിന് ചുറ്റും കാണുന്നത് മൊത്തവും. അവൻ ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എന്ന് സുവിശേഷത്തിലെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടവരോടൊപ്പം നിന്നുകൊണ്ട് അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക്, പിതാവ് എന്ന് പറയുന്നത് അവൻ്റെ സ്നേഹമാണ്. ക്രിസ്തുവും പിതാവും ഒന്നാണല്ലോ, സ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതം. അപ്പം പിതാവിൻ്റെ അടുത്തേക്ക്, സ്നേഹത്തിലേക്ക് അവൻ തിരികെ പോകുന്നതിന് മുൻപ് സ്നേഹത്തിനെ വിളിക്കുകയാണ്. അവൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഇനി മുതൽ നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല സ്നേഹിതന്മാരാണ്. അപ്പോൾ ആ സ്നേഹിതന്മാരെ വിളിച്ച് വിട ചൊല്ലുകയാണ്. എന്നിട്ട് വിട ചൊല്ലുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. എന്താണ് സുവിശേഷം? സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ സത്വാർജ എന്ന് പറയുന്നത് അവൻ്റെ ജനന സമയത്ത് ആട്ടിടയന്മാർ, ഈ ആട്ടിടയന്മാർ എന്ന് പറയുന്നത് ഏറ്റവും ദാരുണമായ ജീവിതം നയിച്ചിരുന്ന വ്യക്തികളുടെ, അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട കുറേയേറെ മനുഷ്യജന്മങ്ങളുടെ സൂചന കൂടെയാണ്. അപ്പോൾ അവരുടെ അടുക്കിലേക്കാണ് അയക്കപ്പെടുന്നത്. നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു. അതായത് ആരുമില്ല എന്ന് വേദനിക്കുന്നവരുടെ ഇടയിലേക്ക് ഒരു സത്വാർത്ത എത്തുകയാണ്. നിങ്ങൾക്ക് ഒരു രക്ഷകൻ ജനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സത്വാർത്ത അറിയിക്കാനാണ് ഇവരെ പറഞ്ഞേൽപ്പിക്കുന്നത്, ഈ സ്നേഹിതരെ പറഞ്ഞേൽപ്പിക്കുന്നത്. അപ്പോൾ മറുത്തൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഒരു മറുപുറം എന്ന് പറയുന്നത്, സ്നേഹിച്ചിരുന്നവരോട് അവൻ പറയുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സ്നേഹമായ ദൈവത്തെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ സ്നേഹമായ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ അവൻ ആവശ്യപ്പെടുന്നത് അവൻ സ്നേഹിക്കുന്നവരോടാണ്. അങ്ങനെയെങ്കിൽ ഇതേ വചനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളും ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുമെന്ന് നമ്മളോടും യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. ഇനി നമ്മൾ ഈ സ്നേഹത്തിൻ്റെ വാഹകരായി മാറുക എന്നുള്ളതാണ് ഉദ്ധാന തിരുനാളിന് ശേഷം വരുന്ന ഈ സ്വർഗാരോഹണ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഉദ്ധാനം അവന് നമ്മെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു. മരണത്തിൻ്റെ നിഴലിൽ പോലും അവന് നമ്മെ വിട്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് അവൻ നമ്മുടെ അടുക്കിലേക്ക് വീണ്ടും വന്നു. സ്നേഹം അവൻ പ്രകടിപ്പിക്കണം. ഇപ്പോൾ അതേ സ്നേഹമായവൻ നമുക്ക് മുമ്പിലേക്ക് വീണ്ടും വരികയാണ്. അവൻ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുൻപ് അവസാനമായി തന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ഇതേ സ്നേഹത്തെക്കുറിച്ച്, ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ലോകത്തുടങ്ങും പോയി പറഞ്ഞു. അപ്പോൾ ഈ സുവിശേഷം നമ്മളും ഒരു ക്രിസ്തുവായി മാറണം എന്നാണ് സൂചന നൽകുന്നത്. ആദ്യത്തെ മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ദൂതൻ്റെ ശബ്ദത്തോടു കൂടിയാണ്. ആരാണ് ആ ദൂതൻ? സ്നാപയോഹന്നാനാണ്. ക്രിസ്തു വരാനിരിക്കുന്നു എന്ന് പറയാനിരുന്ന സ്നാപയോഹന്നാൻ. ഇനി അവൻ്റെ 2ാം വരവിൻ്റെ സ്നാപയോഹന്നാനായി ഞാൻ മാറണം. സ്നാപയോഹന്നാൻ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചൊരു മനുഷ്യനാണ്. ക്രിസ്തുവിന് വേണ്ടി ശിരസ് ഛേദിക്കപ്പെടാൻ പോലും തയ്യാറായ ഒരു മനുഷ്യൻ. അപ്പോൾ അവൻ ആ സ്നേഹത്തിന് മുമ്പിൽ എത്രമാത്രം മുറിക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ ഈ സ്നേഹത്തിൻ്റെ സാക്ഷികളായി നിങ്ങൾ ലോകമെങ്ങും പോകണം. അപ്പോൾ ഇവിടെ കുറേയേറെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ പാമ്പിനെ കൈകളിലെടുത്താലും മാരകമായ വിഷം കുടിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷവുമായി ലോകമെങ്ങും പോകുമ്പോൾ അവരെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളെ കൂടെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് അത്ഭുതത്തെ മാത്രമല്ല നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത്. നിങ്ങൾ പിശാചിനെ ബഹിഷ്കരിക്കുമെന്ന് പറയുമ്പോൾ
പിശാചിൻ്റെ പീഡനം നിങ്ങളെ ഏൽക്കാൻ വരുന്നുണ്ട്. നിങ്ങളെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാനോ പിശാച് തയ്യാറായി നിൽപ്പുണ്ട്. സർപ്പം എന്നൊക്കെ പറയുന്നത് ക്രൂരമായ വിനോദത്തിന് നിങ്ങൾ ഏർപ്പെടും എന്നതൊക്കെയാണ്. കാര്യം വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് തള്ളിയിടപ്പെടുന്നുണ്ട് ശിഷ്യന്മാർ. ഇപ്പോൾ അവരെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളെ കൂടെയാണ് യേശുനാഥൻ അഭിസംബോധന ചെയ്തത്. അപ്പോൾ അതിനിടയിലൊന്നും നിങ്ങൾ തളരില്ല എന്നൊരു വാഗ്ദാനം യേശുനാഥൻ തരികയാണ്. പക്ഷേ ഇതെല്ലാം അവരെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ സ്നേഹത്തിന് സാക്ഷ്യം നൽകാൻ പോകുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള വിഷമസന്ധികൾ. അപ്പോൾ ഈ വിഷമസന്ധികൾക്കിടയിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യമായി നമ്മൾ മാറണം എന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കണം. അപ്പോൾ എന്താണ് ഈ ലോക ജീവിതത്തിൽ എനിക്ക് ക്രിസ്തുനാഥൻ അവസാനമായി തന്നിട്ട് പോയി? നിങ്ങൾ ലോകമെങ്ങും പോയി പറയണം നിങ്ങൾക്കൊരു ദൈവമുണ്ട്. അപ്പോൾ ഇത് കഷ്ടപ്പെടുന്ന മനുഷ്യർക്കുള്ള ഒരു ആശ്വാസത്തിൻ്റെ വാക്കാണ്. വളരെ മനോഹരമായ ഒരു കഥ പറയുന്നത് പോലെ എം സുകുമാരൻ്റെ മഴത്തുള്ളികൾ എന്ന് പറയുന്നൊരു കഥയാണ്. അപ്പോൾ ആ കഥയിൽ ക്ഷയരോഗം ബാധിച്ച് തളർന്നു പോയൊരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കുറയുന്നു എന്ന ആകുലതയിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ക്ഷയരോഗം ബാധിച്ചതിന് ശേഷം ഭർത്താവിന് തന്നോട് സ്നേഹമില്ല എന്ന് മനസ്സിലാക്കിയ ഒരു സ്ത്രീയാണിത്. അവൾ ആത്മഹത്യ ചെയ്യാനായി തൊട്ടടുത്ത കിണറിൻ്റെ കരയിൽ നിന്ന് കയറെടുത്ത് അവൾ മാവിൻ്റെ ചൂട്ടിലേക്ക് ചെന്ന് കയറ് കുരുക്കി കഴുത്തിലേക്ക് ഇടാൻ പോകുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഭർത്താവ് അവളുടെ തോളിലേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ രാധ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഇതൊരു വാക്കാണ്, എൻ്റെ രാധ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, രാധ നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന ഒരു വാക്കാണിത്. അപ്പോൾ വിഷമത്തിൻ്റെ സന്ധിയിൽ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന രാധയ്ക്ക് തുണയായത് അവളുടെ ഭർത്താവിൻ്റെ ഈ ഒരു വാക്കാണ്, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്. ഇതാണ് ക്രിസ്തു പറയുന്ന സത്വാർത്ത എന്ന് പറയുന്നത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് പോയി പറയണം, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇത് ഈ ദൈവത്തെക്കുറിച്ച് മാത്രം പറയുന്നതിൻ്റെ കഥ അല്ല. ആ ദൈവത്തിൻ്റെ ശിഷ്യനായ ഞാൻ, അല്ലെങ്കിൽ ആ ദൈവത്തെ ഉപാസിക്കുന്ന ഞാനും നിനക്ക് തുണയുണ്ട് എന്ന് ഈ കരയുന്ന ലോകമൊക്കെയോടും ചെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അവിടെയാണ് ക്രിസ്തുവിൻ്റെ ഈ സ്വർഗാരോഹണ തിരുനാൾ നമുക്ക് നൽകുന്ന ബലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുനാഥൻ എന്നെ ബലപ്പെടുത്തി അയക്കുന്നത് ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് ഞാനൊരു തുണയും സഹായവുമാകാനാണ്. ക്രിസ്തു ഈ ലോകത്തിന് തുണയും സഹായമായത്. കാരണം അവൻ ശിഷ്യന്മാരെ അടൽപ്പെടുത്തിയിരിക്കുന്നത് അവൻ പോകാനിരുന്ന ഇടങ്ങളിലേക്ക് അവൻ ഈ രണ്ടുപേരെ അയച്ചു എന്നാണ്. അതായത് അവൻ ചെന്നെത്തേണ്ട ഇടങ്ങളിലേക്കാണ് ഇവർ പോകേണ്ടത്, അവനായി പോകുക എന്നാണ്. അപ്പം അവൻ എന്തിനാണ് പോകുന്നത്? മനുഷ്യർക്ക് തണലുമാകാനാണ് അവൻ പോകാനിരുന്നത്. അങ്ങനെയെങ്കിൽ നീ പോകുന്നതും മനുഷ്യർക്ക് താങ്ങും തണലുമാകണം. ഇത് എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാനായിരിക്കുന്ന സമൂഹത്തിലുമൊക്കെ ക്രിസ്തു എന്നെ അയച്ചിരിക്കുന്നത് ഇങ്ങനെ താങ്ങും തണലുമാകാനാണ്. അതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത്. ഞാൻ സങ്കടപ്പെടുന്നവന് തുണയായി മാറുക എന്നുള്ളത്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നിന്നെ സഹായിക്കാൻ ഞാൻ ഇവിടെ അടുത്തുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് ഇന്നത്തെ കുടുംബ പശ്ചാത്തലങ്ങളിൽ കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് വിഷമസന്ധികളിൽ ഒറ്റയ്ക്കായി പോകുന്നത് കൊണ്ടാണ്. ഒരു പെൺകുട്ടി +2 ഫുൾ A+ കിട്ടാത്തത് കൊണ്ട് മരണത്തിലേക്ക് പോവുകയാണ് അവൾ. അതിൻ്റെ കാരണം മാതാപിതാക്കന്മാർ എന്തേ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവളോട് പഴി പറയുമ്പോൾ അവൾക്ക് താങ്ങു തുണയുമേ ആരും ഇല്ലാത്തതുകൊണ്ട് അവൾ ആത്മഹത്യയിലേക്ക് നടന്നെടുക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഇടയ്ക്ക് വൈറലായ ഒരു കുറിപ്പുണ്ട്. ഒരു അപ്പൻ മകൻ ഫുൾ A+ കിട്ടാതിരുന്നിട്ടും മകനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, മകനെ അഭിനന്ദിച്ചുകൊണ്ട് എഴുതിയ ഒരു കത്ത് ഇപ്പോൾ വൈറലാണല്ലോ. ആ മകനെക്കുറിച്ച് നീ മുഴുവൻ A+ നേടിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ നല്ലൊരു മനുഷ്യനായി എന്നെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ നീ ജീവിക്കുന്നത് കൊണ്ട് നിനക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യർക്ക് കൂട്ട് നിൽക്കാൻ നമുക്ക് കഴിയണം. ഈ സുവിശേഷം നമുക്ക് നൽകുന്ന ബലം അതാണ്, ഈ തിരുനാളിൻ്റെ അനുഗ്രഹം അതാണ്. ഒരു ദൈവം എനിക്ക് ഉണ്ട് എന്നുള്ള ബോധ്യം, ആ ദൈവത്തെ പോലെ ആകാൻ എനിക്കും കഴിയണം എന്നുള്ള ഒരു ചിന്ത കൂടെ ദൈവം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ സ്വർഗാരോഹണ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുമ്പോൾ ക്രിസ്തുവിനെ പോലെ നമുക്കും സന്തോഷത്തിന് സദ്വാർത്ഥിയായി മാറാം. അവൻ സങ്കടപ്പെടുന്നവർക്കൊരു ദൈവമായി നിൽക്കുന്നത് പോലെ ദുഃഖിക്കുന്ന മനുഷ്യർക്കൊരു തണലായി മാറാൻ എനിക്കും കഴിയണം. അങ്ങനെ ഞാൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായിട്ട്, അങ്ങനെ എനിക്ക് ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമല്ല സുവിശേഷം ജീവിക്കുവാനും എനിക്ക് കഴിയട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. യേശുനാഥൻ നമ്മെ അതിനെ സഹായിക്കട്ടെ.